ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ എങ്ങനെ തൈറോയ്ഡ് പേഷ്യൻസിന് വർക്കൗട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള വർക്കൗട്ട് നമുക്ക് തൈറോയ്ഡ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. സോ നമ്മുടെ ത്രോട്ടിൻ്റെ അവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് T3 ആൻഡ് T4. ഈ രണ്ട് ഹോർമോൺസ് നമ്മുടെ മെറ്റാബോളിസം ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ഈ T3 ആൻഡ് T4ന്റെ വേരിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുമ്പോഴാണ് തൈറോയിഡിസം ഉണ്ടാവുന്നത്. ഈ തൈറോയ്ഡ് കണ്ടീഷൻ രണ്ട് തരത്തിലാണുള്ളത്: ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം. T3 ആൻഡ് T4 ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മുടെ മെറ്റാബോളിസം കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഹൈപ്പോ തൈറോയിഡിസം. അതുപോലെ തന്നെ ഈ ഹോർമോൺസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാബോളിസം ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മെറ്റാബോളിസം ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വെയിറ്റ് ലൂസ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. സോ ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ കേസിൽ നമുക്ക് എങ്ങനത്തെ വർക്കൗട്ട്സ് നമുക്ക് ക്ലയൻസിന് കൊടുക്കാൻ പറ്റും? ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ കേസിൽ നമ്മുടെ മെറ്റാബോളിസം ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. സോ നമ്മൾ ഏറ്റവും കൂടുതൽ കാർഡിയോ വർക്കൗട്ട്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ വർക്കൗട്ട്സ് പ്രൊവൈഡ് ചെയ്യണം ഏറ്റവും ബെറ്റർ. സോ ഈ കാർഡിയോ ആൻഡ് ഫങ്ഷണൽ വർക്കൗട്ട് കൂടുതൽ കാലറീസ് ബേൺ ചെയ്യാനുള്ള ചാൻസസ് ആണ്. സോ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കേസിൽ നമ്മുടെ മെറ്റാബോളിസം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ നമ്മൾ മസിൽ ബിൽഡിംഗ് വർക്കൗട്ട്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ബിൽഡിംഗ് വർക്കൗട്ട്സ് ഇതിൽ ഫോക്കസ് ചെയ്യുക. സോ ഈ രീതിയിലാണ് നമ്മൾ തൈറോയ്ഡ് പേഷ്യൻസിന് വർക്കൗട്ട് പ്രൊവൈഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.